ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22-ന് മുൻപെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. SIR മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നുവെന്നും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് 3.66 ലക്ഷം പേരുകളാണ്. ആധാർ പൗരത്വ രേഖയല്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളിലേക്ക് കടക്കുകയാണ്. നവംബർ 22-ന് മുൻപായി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, അതിന്റെ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദർശനമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തിയൊപ്പം ക്രമീകരണങ്ങൾ പരിശോധിച്ചു. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22-ന് മുൻപുണ്ടാകും എന്ന പ്രതികരണം വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ 2 വാരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. 243 അംഗ നിയമസഭയിൽ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണുള്ളത്. മുൻപ് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയും BJPയും തമ്മിലായിരുന്നു കനത്ത മത്സരം നടന്നത്. 75 സീറ്റുകൾ RJDയും 74 സീറ്റുകൾ BJPയും നേടി. NDA സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇതിനോടകം 2 തവണ മെഗാ റാലികളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒപ്പം പാർട്ടി യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. RJDയും കോൺഗ്രസും ഒപ്പം ഇടത് പാർട്ടികളും ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റത്തിന് സാധ്യമാകുമോ എന്ന ശ്രമവും കൂടി ബീഹാറിൽ നടക്കുന്നുണ്ട്. അവിടെയും രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടറധികാർ യാത്ര നടത്തുകയും അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ വസ്തുതകളെ ചോദ്യം ചെയ്യുകയും രാഹുൽ പറഞ്ഞതിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. അക്കാര്യം ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി എന്നുള്ളത് ആരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനും അയോഗ്യരായിട്ടുള്ള അനധികൃതമായി വോട്ടവകാശം നേടിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുമാണ് തീവ്ര പരിഷ്കരണ നടപടിയിലൂടെ ശ്രമിച്ചത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏതായാലും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി പൂർത്തിയായിട്ടുണ്ട്. നവംബർ 22-ന് മുൻപായി വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം, വിജ്ഞാപനം പുറത്തിറക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.